എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ്, ഖുർആൻ കേൾക്കുന്നവരാണ്, ഖുർആൻ പഠിച്ചവരാ. ഇന്നതിൽ 99% പേർക്കും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാം. ഇല്ലെങ്കിൽ 75% പേർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓതാൻ അറിയാത്തവരും ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്തിട്ട് അതിന്റെ അർത്ഥം അവിടെ നിന്ന് പറഞ്ഞു തരുമല്ലോ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തതിന്റെ കാരണം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങള്, ഈ അധ്യായങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ നിനക്ക് ഇങ്ങനെ അതാ വിവരിച്ചു തരുമ്പോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടല്ലോ, ഒരുപാട് മുൻഗാമികൾ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചതെന്നുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. നരകത്തെ കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഇങ്ങനെ വിവരിച്ചു തരുന്നുണ്ട്. അതുപോലെ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് പടച്ചറപ്പിനെ മറന്നു നടന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ശിക്ഷ എന്താ? ഇതെല്ലാം ഖുർആൻ അവിടെ നിന്ന് വിവരിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ ഒരു മാർഗമായി, ഒരു മാർഗദർശനമായി, ജീവിതത്തിന്റെ വെളിച്ചമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടച്ച റബ്ബ് നമുക്ക് ഇങ്ങനെ ഇറക്കി തരുമ്പോ ഏതാ ഖുർആനില്ലാത്ത വീടുകളില്ല. എല്ലാ വീടുകളിലും ഖുർആൻ ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? ആ ഖുർആനിന്റെ മഹത്വം എന്താണ്? അത് അള്ളാഹുവിന്റെ സംസാരമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിലൂടെ പടച്ച റബ്ബ് പറഞ്ഞു തരുന്ന കാര്യങ്ങള് ഒന്ന് വായിച്ചു നോക്കുവാൻ, ഒന്ന് ചിന്തിച്ചു നോക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കാലം നഷ്ടപാളികളാരാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒരു ഉത്ബോധനമായിട്ടാണ് പടച്ച റബ്ബ് നമുക്ക് അവിടുന്ന് വലിയ ഒരു ഉപദേശമായി, ഒരു മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള മാർഗദർശനവുമായി ഖുർആൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോ ആ ഖുർആനൊന്ന് തുറന്നു നോക്കി ഓതിയിട്ടതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കാൻ നമ്മളിൽ പലർക്കും കഴിയാതെ പോകുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, വഇന്നഹു വദിക്റുൽ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, തീർച്ചയായും വിശുദ്ധമായ ഖുർആൻ നിനക്കും നിന്റെ ജനതയ്ക്കും ഒരു ഉത്ബോധനമായിട്ടാണ് ഞാൻ അവിടെന്ന് തന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ഒരു ഉത്ബോധനമായ, ഒരു ഉപദേശമായി പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു അവിടെന്ന് ഇറക്കി തരുമ്പോ എന്തേ ഖുർആൻ അവിടെന്ന് വ്യക്തമായി പറയുന്ന, മനുഷ്യ നിനക്ക് സന്മാർഗം കാണിച്ചു തരാൻ, നിനക്ക് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, നിനക്കൊന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അവിടെന്ന് ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നത്. എന്തേ നീ ചിന്തിക്കാത്തത്? എന്തേ ഒന്ന് ഓതി നോക്കാത്തത്? സമയം കിട്ടുമ്പോ എന്തേ നീ അതിന്റെ അർത്ഥമൊന്ന് പഠിക്കാത്തത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സ്വാദ് വൽ ഖുർആനിൽ ദിക്ർ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് സത്യം ചെയ്തുകൊണ്ട് പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ മഹത്വം എന്താണെന്ന് നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല. അതിനോടുള്ള ബഹുമാനം എന്താണെന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും നമ്മളൊന്ന് തുടച്ചു മാറ്റാറില്ല. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടെന്നറിയുമോ, അതിന്റെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാസിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ
നമ്മളുടെ വീടിന്റെ അകത്ത് നമ്മൾ ബഹുമാനിക്കാതെ, ആദരിക്കാതെ, പരിഗണിക്കാതെ ആ ഖുർആനിന്റെ മഹത്വം അറിയാതെ ഞാനും നിങ്ങളും കൊണ്ടുവച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിനെ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, അല്ലാഹുവേ ആ ഖുർആൻ ഇറങ്ങുന്നത് കാരണം പേടിച്ചു പോയിട്ട് ആ പർവ്വതം പോലും അവിടെ നിന്ന് ധൂളികളായി പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ നിനക്കറിയണ്ടടാ. അതിനർത്ഥം അറിയണമെന്നില്ല, പണ്ഡിതനാകണമെന്നില്ല, ഉസ്താദാകണമെന്നില്ല, പരിഭാഷ നോക്കണമെന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ചില ആയത്തുകൾ കേൾക്കുമ്പോ തന്നെ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയാ. എന്റെ പ്രിയമുള്ള സഹോദരാ, എല്ലാവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ചറബിനെ ഭയന്നുകൊണ്ട് നോമ്പ് പിടിച്ച് തലമറച്ചു അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ, അവൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്നാ. എന്നാ വെള്ളിയാഴ്ച ദിവസം പോലും പള്ളിയിൽ കയറാതെ, റമദാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാതെ, പടച്ചറബിനെ മറന്നുകൊണ്ട് കള്ളം കഞ്ചാവും അടിച്ച് പെണ്ണുങ്ങളുടെ കൈപിടിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ, അവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കറിയുമോടാ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് തന്റെ സ്വഹാബത്തിന്റെ ചാരത്ത് വന്നിരിക്കുകയാ. എന്നിട്ടൊരു സ്വഹാബിയോട് അവിടെന്ന് പറയുന്നു, പരിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായം ഓതാൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായം ഓതാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് സ്വഹാബിയോട് പറയുകയാ. ആ സ്വഹാബി അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ചിട്ട് അവിടെന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമുണ്ടല്ലോ, അതവിടെന്ന് പാരായണം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ഠങ്ങൾ നിറഞ്ഞ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. നബി അവിടെ ഇരുന്ന് കരയുകയാ. അതാ ഓതി കഴിഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾ എന്തേ കരയാത്തത്? നിങ്ങൾ എന്തേ കരയാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ, ഞങ്ങൾക്ക് കരച്ചല് വരുന്നില്ല നബിയേ. റസൂലുള്ളാഹി സ്വഹാബി വര്യനവിടെ ഇരുന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ 10 ആയത്ത് മാത്രമുള്ള അധ്യായം അവിടെ നിന്ന് പാരായണം ചെയ്യുകയാ. റസൂലുള്ളാഹി കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. പടച്ചവനേ, പ്രവാചകൻ അവിടെ നിന്ന് കരയുന്നത് കണ്ടപ്പോ ഒരുമിച്ച് നിൽക്കുന്ന സ്വഹാബികളിൽ പലരും ഇങ്ങനെ കരയുകയാണ്. അതാ ഓതിക്കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി കരയാത്ത സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾ എന്തേ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? സഹാബാ, കരയണേ സഹാബാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഈ ചെറിയ ഒരു അധ്യായമുണ്ടല്ലോ, ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണമോ സഹാബാ? നിങ്ങൾ ഓരോരുത്തരും കരയണമോ സഹാബാ? കരച്ചല് വരുന്നില്ലേ? കരച്ചല് വരുന്നില്ലേ? നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്നിട്ട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? എടാ, കരയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കരയണം. ഇനി കരച്ചല് വരുന്നില്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കണം. അങ്ങനെ അഭിനയിക്കെങ്കിലും ചെയ്താൽ, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. ആ
പരിശുദ്ധമായ ഖുർആനിലാ ഒറ്റ അധ്യായം ഓതിയാൽ, അത് ഓതുന്ന സമയത്ത് നിങ്ങളൊന്ന് കരഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അവസാനം വഅദ് കഴിഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആ സൂറത്ത് ഓതിയിട്ട് വേണം നമുക്കിവിടെ ഇരുന്ന് പിരിയാൻ. സ്വർഗം വേണോടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ലോകത്ത് കടന്നു വന്ന ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും അതാ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങൾ, അവര് കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, സുഹദാക്കൾ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, സഹാബികൾ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ. നിങ്ങളൊക്കെ ആദരിച്ച ബഹുമാനിച്ച എന്തിനാണ് മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ മിത്തബയിൽ ജബ്ബാർ ഉസ്താദ് കടന്നു പോകുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നിനക്കും കടന്നു പോകണോ? മഹാനായ ജബ്ബാർ ഉസ്താദിന്റെ ഖബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലും മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് മരണപ്പെട്ടു പോയ മനുഷ്യൻ അല്ലാഹു അവിടത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ വെറുതെയാണോ സഹോദരാ? ഇതൊക്കെ വെറുതെയാണോ? അല്ലാഹുവേ, കണ്ണൂർ ജില്ലയിലും മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പലരും പരിചയമുള്ള ഉസ്താദാണ് സലീം ഫൈസി റുഫാനി. അല്ലാഹുവേ, ചെറുപ്രായത്തിൽ അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായ മനുഷ്യരാ. പടച്ചവനെ, അത്ഭുതം തോന്നിയടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, കൊതി തോന്നിപ്പോയി. ഇന്നലെ ആ മനുഷ്യന്റെ ഖബറിന്റെ ചാരത്ത് ചെന്നപ്പോ 2 മുതഅല്ലിമീങ്ങൾ കസേരയിട്ടിട്ട് ഉസ്താദിന്റെ ചാരത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. എന്തൊരു ഭാഗ്യമാടാ. അതാ അബൂദാബിയിൽ ഷെയ്ഖ് സാദ് പള്ളിയിൽ കടന്നു പോകുമ്പോ അവിടത്തെ രാജാവിന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് പൈസ കൊടുത്തിട്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോ എന്തിനാ കാണണമെങ്കിൽ ജബ്ബാർ ഉസ്താദിന്റെ ഖബറിടത്തിൽ പോയാ പോരെ? എന്തൊരു ഭാഗ്യമാ ചെറുപ്പക്കാരാ. വാപ്പമാരെ, അതൊക്കെ വെറുതെ വാങ്ങിയതല്ല, അതൊക്കെ പടച്ച റബ്ബ് അവർക്ക് കൊടുത്തതാണ്, അവരുടെ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇവരൊക്കെ കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗം വേണോ? എടാ, ഇങ്ങനെ മംഗലാപുരത്തിന്റെ ടൗണുകളിലൂടെ നടക്കുമ്പോ കാണുന്നതല്ലടാ, അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിലേക്ക് കടന്നു പോകുമ്പോ കാണുന്നതല്ല. അല്ലാഹുവിന്റെ സ്വർഗം ഗോവ പോലെയല്ല, മൈസൂർ പോലെയല്ല, ഊട്ടിയും കൊടൈക്കനാൽ പോലെയല്ല. അല്ലാഹുവിന്റെ സ്വർഗമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. എടാ, കള്ളിന്റെ ആറ് ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ ദുനിയാവിൽ വെച്ച് കള്ള് കുടിക്കാതെ ഇരുന്ന അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പുഴയുണ്ടടാ. കള്ളിന്റെ പുഴ കാണാമടാ, കള്ളിന്റെ പുഴ കാണാമടാ. എടാ ചെറുപ്പക്കാരാ, അതാ തേനിന്റെ അരുവികൾ കാണാ. ഈ നാട്ടിലെ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ട് മംഗലാപുരത്തെ ഏതെങ്കിലും ഒരു മാളിലേക്ക് കടന്നു ചെന്നിട്ട് പരിസരം നോക്കാതെ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ കരം പിടിച്ചു ആസ്വദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, എടാ, ഇവിടത്തെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവള് 2 ദിവസം കുളിക്കാതിരുന്നാൽ, അവള് 2 ദിവസം കുളിക്കാതിരുന്നാ പിന്നെ നീ അടുത്തു പോകുമോടാ ചെറുപ്പക്കാരാ? എടാ, രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ എത്ര വലിയ ഐശ്വര്യാറായാണെങ്കിലും എത്ര വലിയ സുന്ദരിയാണെങ്കിലും അവള് പല്ല് തേക്കാതിരുന്നാ നീ അടുത്തു പോകുമോടാ ചെറുപ്പക്കാരാ? എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങളാടാ എന്തൊരു സൗന്ദര്യമെന്നറിയോ? നിനക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തത് അവിടെ നിന്റെ മുന്നിലും പുറകിലും പെണ്ണുങ്ങളെ നടക്കുകയാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്.
മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. എടാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമോ, യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് ഈജിപ്തിലെ പെണ്ണുങ്ങൾ കയ്യിലിരുന്ന കത്തി കൊണ്ട് അവിടുത്തെ കൈവിരൽ പോലും മുറിച്ചു കളഞ്ഞത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഗ്ലാമറാ 33 വയസ്സാ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ അവിടെ പടച്ചവനെ നിനക്ക് ആസ്വദിച്ച് നടക്കണോ, അതിനുള്ള ഒരു എളുപ്പ വഴി പറയുകയോ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സഹാബാ ഈ സൂറത്ത് ഓതണേ സഹാബാ. വെറുതെ ഓതിയാ പോരാ, വെറുതെ ഓതിയാ പോരാ, ഈ സൂറത്ത് ഓതുമ്പോ നിന്റെ കണ്ണ് നിറയണേ, നീ കരയണേ. കരയാ പറ്റുന്നില്ലയോ, കരയുന്നവരെ പോലെ അഭിനയിക്കടേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. ആ അധ്യായം ഓതുന്ന സമയത്ത് കരയണം, ഇല്ലെങ്കിൽ അഭിനയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കരയാൻ പറ്റൂല എന്ന് മുത്തുനബിക്ക് തന്നെ അറിയാം. നമ്മൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ എത്ര ഭയാനകമായ ആയത്തോതിയാലും നമ്മുടെ ചെവിക്കകത്ത് നമ്മുടെ കണ്ണിലും കണ്ണുനീര് വരൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ എത്രയോ ആയത്തുകൾ ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. ഖുർആനിന്റെ അർത്ഥം അറിയില്ലെങ്കിലും ഉസ്താദന്മാർ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തരുന്നെങ്കിലും കേൾക്കണവരാണല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അത് ഓതിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് പരിഗണിക്കാത്തവരാ നമ്മളിൽ അധികം പേര്, ഞാനും നിങ്ങളും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എന്തിന്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇതിന്റെ അർത്ഥം പഠിക്കണമെങ്കിൽ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. എന്താ ഉസ്താദുണ്ടോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇതിന്റെ അർത്ഥം പഠിക്കണമെങ്കിൽ കോളേജിൽ പോകണ്ട. എല്ലാവർക്കും അറിയാം മരണം ഉണ്ടെന്ന് അതിനർത്ഥമെന്ന്. എത്ര വയത് കേട്ടത് നിങ്ങളൊക്കെ. എന്തിനാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിദിനം വരുമ്പോ ആ മുസ്ലിമീങ്ങൾ പോലും വയതിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് ഈ ആയത്ത് ഓതും. നമ്മളിൽ അറിയില്ല. ചങ്ങായിമാരൊന്നിരിക്കാൻ പറഞ്ഞു. നീ എന്തിനാ നിക്കണേ? പോയിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, കേൾക്കാറുണ്ട്, പഠിക്കാറുണ്ട്. പക്ഷേ ഹൃദയത്തിലേക്ക് ഇറക്കാറില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പഠിച്ചിട്ട് ആ ഖുർആനിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ അവഗണിക്കുകയാ. നരകത്തെ കുറിച്ച് ഖുർആൻ പറയുകയാ, ഖബറിനെ കുറിച്ച് പറയുകയാ, മരണത്തെ കുറിച്ച് പറയുകയാ, പരലോകത്തെ കുറിച്ച് പറയുകയാ, അള്ളാഹുവിന്റെ നരകത്തിന്റെ തട്ടുകളെ കുറിച്ചും നരകത്തിന്റെ അദാബുകളെ കുറിച്ചും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നു. എന്നിട്ട് അള്ളാഹുവിനെ മറന്നു നടന്നവർക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയും പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം കേൾക്കും. ഇപ്പൊ ഞാൻ തന്നെ എത്ര ആയത്ത് ഓതുന്നു. നമ്മളൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കും, പടച്ചവൻ ഇങ്ങനെ വെടികൊള്ളതുപോലെ ഇതിലേ കേൾക്കും, ഇതുപോലെ കടയും. ആ ചങ്ങാതി വന്ന് എന്തൊക്കെയോ ഇങ്ങനെ പട്ടപട്ടാന്ന് പറഞ്ഞു പോയി, ഇത്ര തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥമെങ്കിലും നിനക്കറിയുമോ? ആ അർത്ഥം നീ മനസ്സിലാക്കിയില്ലെങ്കിൽ, ആ ഖുർആൻ കേട്ടിട്ട് നീ നിസ്സാരമാക്കി കളഞ്ഞാൽ അള്ളാഹ് നിനക്ക് തരുന്ന ശിക്ഷ എന്താണെന്ന് പഠിച്ചിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് മരണത്തിന്റെയും ഖുർആനിന്റെ പരിശുദ്ധമായ 6600 പരം ആയത്തുകൾ, 6666 എന്ന് പറയുന്നില്ല, 6600 പരം ആയത്തുകളുണ്ട് ഖുർആനിൽ. ഇതിലെ എല്ലാ ആയത്തുകളും, ഏകദേശമുള്ള ആയത്തുകളൊക്കെ നമ്മൾ കേൾക്കും, ഓതും, അതിന്റെ അർത്ഥം നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യില്ല, ഹൃദയത്തിൽ ഇറക്കൂല, നിസ്സാരം. അതിനെ നിസ്സാരമായി കാണും. അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയുന്നവർക്ക് അള്ളാഹ് കൊടുക്കണത്, പള്ളിയിലെ ഖത്തീബ് വെള്ളിയാഴ്ച പ്രസംഗിക്കുമ്പോ, ഇവിടെ പ്രസംഗം
അൽഹംദുലില്ലാ അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ വെള്ളിയാഴ്ച ജുമായയ്ക്കും ശേഷമാണ് പ്രസംഗം. ഞങ്ങളുടെ നാട്ടിൽ മുമ്പാണ്. ഞങ്ങളുടെ നാട്ടിൽ ജുമായയ്ക്ക് മുമ്പാണ് പ്രസംഗം. കാരണം ഇവിടെ ജുമായയ്ക്ക് ശേഷം പ്രസംഗിക്കുമ്പോൾ കേൾക്കാൻ നിങ്ങളിരിക്കും. അവിടെ ഇനി എത്ര വലിയ പ്രഭാഷകനാണെങ്കിലും ജുമായയ്ക്ക് ശേഷം പ്രസംഗിച്ച ഞാനും മോദിനും മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് വേറൊന്നും കണ്ടല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ജുമായയ്ക്ക് മുമ്പ് പ്രസംഗിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കിട്ടുമ്പോൾ അവിടെ ഒരു അരമണിക്കൂർ പ്രസംഗിക്കണം. അതൊക്കെ അങ്ങനെ ഓരോ നാടിൻ്റെ ഇതാ. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഖുർആനിന്റെ ആയത്തുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നവരെ, ഈ ആയത്തുകൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ അവഗണിക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന 7 എണ്ണം പറഞ്ഞു തരാം. നല്ലതുപോലെ ഇരുന്ന് കേട്ടോണം ഇൻഷാ അല്ലാഹ്. ആദ്യം എനിക്ക്, പിന്നെ നിങ്ങൾക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് ഒന്നാണെങ്കിൽ എനിക്ക് 2 അടിയാ. ഇതാ ധനപുസ്തക മഹാൻ മഹത്തുക്കൾ പറയുന്നത്, നിങ്ങളുടെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ 10 റക്അത്ത് നിസ്കരിക്കുന്നതും പള്ളിയിലെ ഖതീബ് 2 റക്അത്ത് നിസ്കരിക്കുന്നതും സവാബും കാനെയാണ്. ഒരാള് പള്ളിയിലെ ഉസ്താദ് 2 റക്അത്ത് നിസ്കരിക്കുന്നതും ഈ നാട്ടിൽ ഒരാൾ 10 റക്അത്ത് നിസ്കരിക്കുന്നതും. അപ്പൊ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നില്ല? എന്താ ഇപ്പൊ ഉസ്താദിന് മാത്രം ഇത്ര പ്രതിഫലം? നിങ്ങൾ 10 തെറ്റ് ചെയ്യുന്നത് ഉസ്താദ് 1 ചെയ്യുന്നതും കണക്ക് തന്നെ. തിരിച്ചാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഉസ്താദ് ഞങ്ങൾക്കൊക്കെ, ഞങ്ങളെയൊക്കെ ഉലമാ വറസത്തുൽ അംബിയായിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെയൊക്കെ ഇൽമിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവഗണിക്കുന്നവരോട്, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയമില്ലാത്തവർ, ഖുർആൻ ഓതാറുണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു കടയിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ ആകെ കച്ചവടമൊക്കെ വല്ലാത്ത പ്രയാസമാണ്. ഞാൻ ചോദിച്ചു, ഒരു യാസീൻ ഓതാറുണ്ടോ? കടയിൽ കയറുമ്പോൾ ഓതാറുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ചു, ആര് ഓതാറുണ്ട്? മൊബൈൽ ഓതാറുണ്ടെന്ന്. അതാ നമ്മുടെ അവസ്ഥ. നമ്മൾ ഖുർആനില്ലേ, ഖുർആൻ കൈകൊണ്ട് തൊടാൻ പേടി കാരണം മൊബൈലിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ. ഉസ്താദന്മാരോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ഉസ്താദെ മൊബൈല് ബാത്റൂമിൽ കൊണ്ടുപോകാമോ? മൊബൈലിൽ ഖുർആൻ ഓതുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചരിത്രം വായിച്ചു നോക്കണം. മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖുർആൻ എടുത്ത് കൈ വെച്ചാൽ കിട്ടുന്ന പ്രതിഫലം മൊബൈൽ എടുത്ത് വെച്ച് നോക്കുന്നതിനല്ല, മൊബൈലിലൂടെ നോക്കി ഓതുന്നത് പോലെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരാൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നോക്കി പാരായണം ചെയ്യുന്നതിനേക്കാൾ ശൈത്താൻ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള മറ്റൊരു അമലില്ലെന്നും മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരാൾ ഖുർആൻ നോക്കി ഓതുന്നത് ഇബിലീസിന് അത്രയ്ക്കും പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ കോട്ടുവ വരണേ. നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ കോട്ടുവ ഇങ്ങനെ വിടുന്നത് കാണാം. ഓരോ എന്തെല്ലാം ഷർറുകൾ ആ സമയത്ത് വരുന്നത്. അപ്പൊ ശൈത്താൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഖുർആൻ കൈകൊണ്ടെടുക്കുക പറയുന്നത് തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി നിങ്ങൾ ഖുർആൻ എടുത്തു വെച്ച് തന്നെ ഓതണം. അതുകൊണ്ടാ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ ഒരു യാസീൻ ഓതാനുണ്ടെങ്കിലും ഖുർആൻ കാണാതറിയാം. ഉസ്താദന്മാർക്ക് യാസീൻ കാണാതറിയാം. എന്നിട്ട് എന്തിനാണ് അവർ ഖുർആൻ എടുക്കുന്നത്? 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. കണ്ണാടി വെച്ചിരിക്കണ പലരുണ്ട്. ഉസ്താദെ കണ്ണിന്റെ കാഴ്ച കുറേ, ദൂരെ ഉള്ളതൊന്നും കാണാൻ പറ്റണില്ല, ദൂരെ ഉള്ളത് കാണാൻ പറ്റുന്നില്ല. എന്റെ പൊന്നാര ചങ്ങാതി, നീ എന്തിനാ കണ്ണാടി വെക്കണേ? നീ എന്തിനാ കണ്ണാടി വെക്കുന്നത്? കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള മരുന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്ക്, 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി. 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി. 1, അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം. ഇന്ന് പൈസ ഉണ്ടെങ്കിൽ അവിടെ പോയി കാണാൻ പറ്റൂല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ കഷ്ടമെന്ന് ആലോചിക്കേ. പണ്ടൊക്കെ നമ്മളോട് ഹജ്ജിന് പോകും, ഉംറയ്ക്ക് പോകുമെന്ന് പറയും പടച്ചോനെ പിന്നെ ആവട്ടെ പിന്നെ ആകട്ടെ. ഇപ്പൊ പിന്നെ ആയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാ. അങ്ങോട്ട് കയറി പോകാൻ പറ്റൂല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ മതി. ഇബാദത്തിന്റെ കൂലി, ഇബാദത്തിന്റെ കൂലി. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഓതാൻ അറിയത്തില്ലെങ്കിലും നോക്കാൻ അറിയാമല്ലോ വാപ്പ നിനക്ക്. നീ ഒരു പേരിനെങ്കിലും അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ ഒന്നെടുത്ത് ഒന്ന് നൂത്തുവെച്ച് നോക്കാൻ നിനക്ക് പറ്റുമല്ലോ. എന്തുകൊണ്ട് നീ നോക്കുന്നില്ല? കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഖുർആൻ നോക്ക്, ഖുർആൻ നോക്ക്. നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്.
5 കാര്യങ്ങൾ നോക്കിയാൽ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന 3ാമത്തെ കാര്യം എന്തെന്നറിയുമോ? 1, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴെഭാഗത്താഴയില് ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവർ രണ്ടുപേരും കൂടുതൽ പണിത പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയത്തിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയാ. 2, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ വിശുദ്ധമായ ഖുർആനിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയാ. 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചു നമുക്ക് പാല് തന്ന് നമ്മളെ പൊന്നുപോലെ നമ്മളെ നോക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, ഇബാദത്തിന്റെ കൂലി വേണോ? നിന്റെ ഉമ്മാടെ മുഖത്ത് നോക്ക്, ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കേ. ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ നമ്മളിൽ പലരും നോക്കൂല. ഉമ്മാടെ സൗന്ദര്യമൊക്കെ പോയല്ലോ, ഉമ്മയുടെ മുഖത്തെ തൊലിയൊക്കെ അങ്ങ് ചുളുങ്ങിയല്ലോ, ഉമ്മ വൃദ്ധയായല്ലോ. പടച്ചവനെ, ഉമ്മ വല്ലാതെ തളർന്ന് എല്ലും തോലുമായിരിക്കുകയാ. പിന്നെ എങ്ങനാ ഉമ്മാടെ മുഖത്ത് നോക്കുന്നത്? മോനെ, ഉമ്മാടെ മുഖത്ത് നോക്കടാ, ഉമ്മയുടെ മുഖത്ത് നോക്കടാ. പ്രതിഫലം എന്തെന്ന് നിനക്കറിയുവോ? പ്രതിഫലം എന്തെന്നറിയുവോ? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നതുമ്മയാ, നൊന്തു പ്രസവിച്ചതുമ്മയാ, ആരോഗ്യം കളഞ്ഞ് പാല് തന്നതുമ്മയാ. അതുകൊണ്ട് ഉമ്മയുടെ മുഖത്ത് നോക്കിക്കോ, ഉമ്മാന്റെ മുഖത്ത് നോക്കിക്കോ. വേറെ എവിടെ നോക്കിയാലും ആ പ്രതിഫലം കിട്ടില്ല. ഉമ്മാടെ മുഖത്ത് നോക്കിയാ ഇബാദത്തിന്റെ കൂലിയാ. ഉമ്മയ്ക്ക് ഉമ്മ കൊടുത്താൽ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്ന സഹോദരാ, മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്ന പെങ്ങള്, ഉമ്മായിക്ക് ഉമ്മ കൊടുത്ത ഓർമ്മയുണ്ടോ? നിന്നെന്ത് പ്രസവിച്ച മാതാവിന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത ഓർമ്മ നിനക്കുണ്ടോ സഹോദരാ? ഉമ്മാടെ മുഖത്ത് നോക്കണം, ഇബാദത്തിന്റെ കൂലി. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉമ്മ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഉമ്മ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട്. ഉമ്മായിക്ക് ഈ അടുത്തപ്പോഴെങ്കിലും ഒരു ഉമ്മ കൊടുത്തു വരുന്ന കൈവക്കിക്കേ. ഞാൻ ചോദിച്ചത് മനസ്സിലായി കാണില്ല എന്ന് ഞാൻ വിചാരിക്കണം. മനസ്സിലായില്ല? ഉമ്മായിക്ക് മുത്തം കൊടുത്ത മക്കൾ ഈ അടുത്തപ്പോഴെങ്കിലും, ഈ അടുത്ത കാലത്തെപ്പോഴെങ്കിലും ഉമ്മായിക്ക് മുത്തം കൊടുത്ത മക്കളൊന്ന് കൈവക്കിക്കേ. എന്തേപ്പ നിങ്ങൾക്ക് പറ്റാത്തത്? ഭാര്യയ്ക്ക് കൊടുത്തോന്ന് ഞാൻ ചോദിക്കണില്ല. അപ്പൊ നീ 2 കൈയും പൊക്കും. ഭാര്യയ്ക്ക് കൊടുത്തോന്ന് വെച്ചാൽ 2 കൈയും പൊക്കും. ഭാര്യയ്ക്ക് മുത്തം കൊടുത്താൽ പ്രതിഫലം കിട്ടുമെന്ന് എനിക്കറിയില്ല, അത് വേറെ പോട്ടെ. ഉമ്മായിക്ക് ഉമ്മ മുത്തം കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം. ഉമ്മായിക്ക് എവിടെ മുത്തം കൊടുക്കേണ്ടത്? ഇവിടെ പറഞ്ഞങ്ങാതി എവിടാ? ഉമ്മായിക്ക് മുത്തം കൊടുക്കേണ്ടത് എവിടെയാ? നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. ഒന്ന് പോയി കൊടുത്തു നോക്ക്, അപ്പ അറിയാം അതിന്റെ ഒരു സുഖം എന്താണെന്ന്. പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ രോഗം പിടിച്ച് അവിടെ കിടക്കുന്നുണ്ടാകാം. ആ ഉമ്മാനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം, ഉമ്മാടെ കവളിൽ ഇങ്ങനെ, ഉമ്മ ഞാനൊരു മുത്തം വെച്ചോട്ടെ ഉമ്മ. ആ രോഗിയായി തൊലിയെല്ലാം ചുളുങ്ങി മുടിയൊക്കെ നരച്ച് വൃദ്ധയായി കിടക്കുന്ന ഉമ്മാനോടൊന്ന് പോയിട്ട്, ഉമ്മ ഒന്ന് എഴുന്നേക്കുമ്മ, ഒന്ന് വിളിച്ചു പൊക്കണം.
എന്നിട്ട് ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, മരിച്ചു കിടക്കുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകുന്ന. ഉമ്മാന് ഉമ്മ കൊടുക്കുന്ന മക്കൾ, അള്ളാഹുവെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊടുക്കോ? കൊടുത്തിട്ടുണ്ടോ? ഉമ്മായ്ക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? നിന്റെ കൈയുണ്ട്, കൊണ്ടവരൊന്ന് കൈപൊക്കിക്ക്. നാട്ടുകാർക്ക് വാരി കൊടുക്കും, എന്നാലും കൊടുക്കൂല. സ്വന്തം ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഭക്ഷണം വാരി കൊടുക്കണം. നമ്മൾ വിചാരിച്ചിരിക്കണത് ഞാൻ കൊടുത്താൽ തിന്നൂല. ആരാ പറഞ്ഞേ? നിങ്ങൾ നിങ്ങളുടെ ഉമ്മായ്ക്ക് ഭക്ഷണം വാരി കൊടുക്കും. നിന്റെ കൈ കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ വാപ്പായിക്കും നിന്റെ ഉമ്മായിക്കും നീ ഭക്ഷണം വാരി കൊടുക്ക്. പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇനി നിങ്ങളുടെ ഉമ്മ തിന്നേണ്ട വരില്ല, നിങ്ങൾ തന്നെ കൊടുക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള ഭാഗ്യം ഉമ്മായിക്ക് ഏതു മകനാണോ ഭക്ഷണം വാരി കൊടുക്കുന്നത് അവൻ അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വർഗത്തിലെ ഭക്ഷണം കഴിക്കാം. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഭക്ഷണം നിനക്ക് അള്ളാഹു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കഅബാലയത്തിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി, പരിശുദ്ധമായ ഖുർആനിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി, മാതാവിന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലി. മറ്റൊരു ഹദീസിൽ രണ്ട് കാര്യങ്ങൾ കൂടെ പറയുന്നു. സംസം വെള്ളത്തിൽ നോക്കിയാൽ, നമ്മളൊക്കെ മക്കത്ത് പോയിട്ട് കുടിക്കണ സംസം വെള്ളം ഉണ്ടല്ലോ, ആരാപ്പ നോക്കണത്? എടുത്തു കുടി മാത്രമേ ഉള്ളൂ. സംസം വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കുടിക്കാറുണ്ട്. എങ്കിൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ മറ്റൊരു ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സംസം വെള്ളം ഇനി കൈ കിട്ടുമ്പോൾ ഒന്ന് നോക്കണം. സംസം വെള്ളം കുടിക്കാൻ കിട്ടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം കുടിക്കാൻ. ഇബാദത്തിന്റെ കൂലി. 5 ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ മുഖത്ത് നോക്കുന്നത്? ആരുടെ മുഖത്ത് നോക്കുന്നത്? ഉറക്കപ്പറ, അതിന് പൈസ ഒന്നും വേണ്ട, ഉറക്കപ്പറ. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത്. ആലിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോലെ അങ്ങനെ ചിലരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ മഹാനവറുകളുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കും. നമ്മളൊക്കെ ശംസുൽ ഉലമയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്താ താടിയില്ലേ, അല്ലാഹുവേ. നമുക്കതാ ചില ആലിമീങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നോക്കിപ്പോതായി അവർക്ക് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ നോക്കി തന്നെ ഓതണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കി തന്നെ ഓതണം. അങ്ങനെ ഓതുന്നവർക്ക് ഇബാദത്തിന്റെ കൂലിയാ. അവരുടെ കണ്ണിന്റെ കാഴ്ചശക്തി അള്ളാഹു നഷ്ടപ്പെടുത്തി കളയൂല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ കേട്ടവരാണ്, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാണ്, ഒരുപാട് അർത്ഥമറിയുന്നവരാ. എന്നിട്ടും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിസാരമായി കാണുന്നവര് കേട്ടോ, അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറയുകയാ, ഇനിയെങ്കിലും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ഒരു പേടി വേണേ, ഒരു ഭയം വേണേ, ഒരു ബഹുമാനം വേണേ. ഇല്ലെങ്കിൽ പടച്ച റബ്ബ് ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്, നിങ്ങൾക്ക് വരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം 23 വർഷക്കാലം കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നിട്ട് ബോധിക്കൊടുത്ത ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവഗണിക്കുന്നവര്, നിസാരമായി കാണുന്നവര്, അതിനെ പടച്ചവനെ ഒരു തമാശ പോലെ കാണുന്നവര്, അല്ലാഹു പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീനാടാടോ, അല്ലാഹുവിന്റെ
അള്ളാന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീയാ, അല്ലാതെ കൊല ചെയ്യുന്നവനല്ല, അതാ വർഗീയത പറയുന്നവനല്ല. നീ മനസ്സിലാക്കിക്കോ, ഏറ്റവും വലിയ അക്രമി ആരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ അവഗണിച്ച് കളയുന്നവര്, അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നവര് കൊലപാതകിയല്ലടാ. ഇവിടെ പടച്ചവനെ മനുഷ്യരെ പച്ചയ്ക്ക് കൊല്ലുന്നവനല്ല, വർഗീയത പറയുന്നവനല്ല, നിന്നെ തകർക്കാൻ നടക്കുന്നവനല്ല. ഏറ്റവും വലിയ അക്രമി നീയാടാ. കാരണം നീ അള്ളാഹുവിന്റെ കലാമിനെ നിസാരമാക്കിയവരാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മുന്നിൽ ഓതപ്പെട്ടിട്ട് ആ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിന്റെ അർത്ഥം നിനക്ക് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയില്ലല്ലോ, നിസാരമാക്കി കളഞ്ഞല്ലോ, തമാശയാക്കിയില്ലേ. ഇത് ഉസ്താദന്മാര് വെറുതെ പറയുന്നതാ. എടാ, ഇത് പൈസ പിരിക്കുന്നതിന് വേണ്ടി അവന്മാര് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു പുച്ഛിക്കുന്ന ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ എടുത്തു വെച്ച് കളിക്കുന്നവര് അള്ളാഹു പറയുകയാ, ഏറ്റവും വലിയ അക്രമി നീയാടാ, ഏറ്റവും വലിയ അക്രമി നീയാടാ. അതുകൊണ്ട് പെങ്ങള്, ഖുർആൻ നീ മുതൽ ഓതുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ, അള്ളാഹുവിന്റെ ഖുർആൻ കാണുമ്പോ ഈ ബോധം നിനക്ക് വേണം പെണ്ണ്. വീടിനകത്ത് വെച്ചിരിക്കുന്ന സർവ്വ സാധനങ്ങളും നീ തുടച്ച് വൃത്തിയാക്കുമല്ലോ, എങ്കിൽ ഖുർആനും തുടയ്ക്കാത്തത്? അത് പൊടിയടിച്ചിരിക്കുന്ന എത്രയോ വീടുകളുണ്ട്. ചെറുപ്പക്കാരാ, കളിയല്ലടാ. അതാ ഗൾഫിൽ ഹജ്ജിന് പോകുമ്പോ, ഉംറയ്ക്ക് പോകുമ്പോ, മദീനത്ത് പോകുമ്പോ സൗദി അറേബ്യയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്നിട്ട് അതാ വീടിന്റെ അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാ. ജനങ്ങൾ വീട്ടിൽ കടന്നു വരുമ്പോ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാ. എങ്കിൽ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എങ്ങനെ വെറുതെ വാങ്ങിച്ചു വെക്കരുത്. പലരും പറയുന്ന ഉസ്താദ്, വീട്ടിലെ സമാധാനമില്ല, വീട്ടിലെ സന്തോഷമില്ല. കാരണം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, വീടിനകത്ത് ഖുർആൻ വെച്ചിട്ട്, വീടിന്റെ അലമാരിക്കകത്ത് ഖുർആൻ വെച്ചിട്ട് ആ ഖുർആനൊന്ന് തുറക്കാതിരുന്ന, അതൊന്ന് പാരായണം ചെയ്യാതിരുന്ന, വീടിനകത്തിരുന്നിട്ട് ഖുർആൻ പറയുന്നു, നാഥാ ഇവരെന്നെ ഓതുന്നില്ല അല്ലാ, ഒന്ന് തുറന്നു പോലും നോക്കുന്നില്ല അല്ലാ, ഖുർആൻ നിന്നെ ശപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പല വീട്ടിൽ പോകുമ്പോഴും അലമാരിക്കകത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നാര ചങ്ങാതി, അത് വല്ലപ്പോഴും ഒന്ന് എടുത്തു തുറക്കണം, അതൊന്ന് തുറന്നു നോക്കണം. നീ അത് തുറന്നിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഖുർആൻ തന്നെ നിന്നെ വീട്ടിലിരുന്ന് ശപിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആൻ എന്ത് നിസ്സാരമല്ല. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവകാശമുണ്ട്. നാളെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗമുണ്ട്. നാളെ ഖുർആൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ചിലരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് വീട്ടിൽ ഖുർആൻ കൊണ്ട് വെക്കണ്ട എന്നല്ല, 5, 10, 15 മേടിച്ചു വെച്ചോ. പക്ഷെ ഓരോ പ്രാവശ്യം ഓരോ ഖുർആനെങ്കിലും തുറന്ന് ഓതണം. അതെങ്ങനെ? ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി സങ്കടം കണ്ടു. പടച്ചവനെ, ഖുർആൻ ഇങ്ങനെ പൊടിയടിച്ചിരിക്കുക. ഒരു മൗലിദ് കിതാബ് കൊണ്ട് ഒരു ഖുർആൻ ഉണ്ട്, രണ്ടും പൊടിയടിച്ചിരിക്കുക. സങ്കടം തോന്നി. ഞാൻ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദ് ഭയങ്കര ബുദ്ധിമുട്ടാ, പ്രയാസമാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം, ഓദിക്കോ. ഖുർആനിന്റെ ഒരു ആയത്ത് പറഞ്ഞു തരാം, ഓദിക്കോളെ. അപ്പൊ ഉസ്താദെ ഒന്ന് ആയത്ത് എന്താ? ഞാൻ പറഞ്ഞു, ഖുർആൻ എടുത്തോണ്ടോ കാണിച്ചു തരാം. ആ ഖുർആൻ കൊണ്ടുവന്ന ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. റബ്ബേ, ആ പൊടി ഞാനാ തട്ടിക്കളഞ്ഞത്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഖുർആൻ നമ്മളൊന്ന് തുറന്നു പോലും നോക്കുന്നില്ല. സഹോദരൻ, ഞാൻ അതല്ല പറഞ്ഞു വന്നത്. നിന്നെക്കാളും വലിയ അക്രമിയില്ല. ആരാ? ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് നിസ്സാരമാക്കുന്നവൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ല പറയുക, നീയാണ് ഏറ്റവും വലിയ അക്രമി.
നിന്നെക്കാലം അക്രമിയായ ആരുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അക്രമി എന്ന് പറയുന്നത് വേറെ പലരുമാണ്. ഓൻ്റെ പണി നടത്തുന്നു, നമ്മൾ നമ്മുടെ പണി നടത്തുന്നു. എത്രയോ പേർ ഇപ്പൊ കേരളത്തിലൊക്കെ ഇപ്പൊ ഭയങ്കര വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഇപ്പൊ ഹലാലാണ് ചർച്ച. എല്ലാം കഴിഞ്ഞു, ഒരുപാട് ജിഹാദുകൾ കഴിഞ്ഞു. ലവ് ജിഹാദ് കഴിഞ്ഞു, പിന്നെ കഞ്ചാവിന്റെ ജിഹാദ് അത് കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ജിഹാദ് ഹലാൽ ജിഹാദ് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ പടച്ചവനെ, ആടിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്കുക. ഈ പള്ളിയിൽ നിന്നും ചോറ് വെടിക്കരുത് അവർ തുപ്പാന്നാ പറയണത്. സുബ്ഹാനല്ലാഹ്, ഊതനതും തുപ്പതും തിരിഞ്ഞറിയാത്ത പോത്തുകളായി പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണങ്ങളെ കുറിച്ച് പോലും ഇപ്പൊ വിവാദങ്ങൾ നടക്കുകയാണ്. എന്താണ് ഈ ഹലാൽ എന്ന് പറഞ്ഞ പോത്തിനറിയത്തില്ല. എടാ ചങ്ങാതി, ബിസ്മി പറയാതെ അറുത്ത തിന്നാൻ പാടില്ല. അത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വെറുതെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. നമ്മൾ ആരാപ്പ കടയിൽ പോയിട്ട് ചോദിക്കാറുണ്ടോ? നമുക്ക് തന്നെ അറിയാം, കടയുടെ പേര് നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഹലാലായ ഭക്ഷണം വരാൻ ഒരു ചാൻസും ഇല്ല. ആരാപ്പ ചില ആൾക്കാരൊക്കെ കടയിൽ പോയിട്ട് നമ്മൾ പോയിട്ട് ചിക്കനും മട്ടനൊക്കെ തിന്നും. ചിക്കനൊക്കെ തിന്നുമ്പോൾ ചോദിക്കും, നമുക്ക് കഴിക്കാവോ എന്ന് ചോദിക്കും. നമ്മളാരാ ചോദിക്കുക? 4 എണ്ണം എടുക്കട്ടെ, അടിച്ചിട്ട് വരും. എത്ര തന്നെ ആരാ ചോദിക്കേണ്ടത്? ഹറാമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എത്ര ദിവസത്തെ അമലുകൾ ദുആയ്ക്ക് ഇജാബത്തില്ല എന്ന ഹദീസുകൾ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും വലിയ അക്രമി ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവനാ, അതിനെ പരിഗണിക്കാത്തവനാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമാടാ ചെറുപ്പക്കാരാ. ഒന്ന് ചിന്തിക്കടാ മോനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകനായ ഉമറിന്റെ ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ പോയവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിനെ എല്ലാവർക്കും പേടിയായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതിരുന്ന, ഉമ്മ ഭക്ഷണം വാരി കൊടുക്കുമ്പോ മക്കള് കഴിക്കാതിരുന്ന, ഉമ്മ പറയും ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പടച്ചവനെ, കുട്ടികൾ പോലും പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാതെ കിടക്കുന്ന മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചിരുന്നത് ഉമറിന്റെ കയ്യിൽ നിന്നെ പിടിച്ചു കൊടുക്കുമെന്ന് ഭയപ്പെടുത്തുമായിരുന്നു. അത്രയും വലിയ കാട്ടാളനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്താ. തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ പടച്ചവനെ കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ വീടിനകത്തിരുന്ന് തന്റെ കൂടപ്പറപ്പ് ഓതിയ ഖുർആനിന്റെ ആയത്തുകളാ. ഒറ്റ ആയത്ത്, സൂറത്തു ത്വാഹയുടെ ആയത്തുകൾ കേട്ടപ്പെടാ ഉമർ തങ്ങൾ പോലും ചോദിക്കുന്നു, പെങ്ങളെ നീ ഓതിയതെന്താ? നീ ഓതിയതെന്താ? എനിക്കൊന്ന് ഓതിത്തരുവോ? പ്രിയപ്പെട്ട പെങ്ങള് പറഞ്ഞു പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് വൃത്തിയായിട്ട് അടുത്തേക്ക് വന്നപ്പോ അവിടെ നിന്ന് ഓതിക്കൊടുക്കുന്നു ത്വാഹ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഉമർ എന്ന് പറയുന്ന കാട്ടാളനായ ഖത്താബിന്റെ മകനുണ്ടല്ലോ, ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഇതെന്തു ഗ്രന്ഥമാണല്ലാ, ഇതെന്ത് ഗ്രന്ഥമാണല്ലാ. എടാ ചെറുപ്പക്കാരാ, ഉമർ മുസ്ലിമായപ്പോ നാട്ടുകാര് പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അത്രയും വലിയ മോശക്കാരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട്
അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ എത്രയെത്രയോ കാട്ടാളന്മാർ, എത്രയോ അല്ലാഹുവിനെ മറന്നു നടന്നവർ, പടച്ചറപ്പിനെ മറന്നു നടന്ന എത്രയെത്രയോ സഹോദരങ്ങളുണ്ട്. ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, പടച്ചവരെ കൊള്ളക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയും പടച്ചവനെ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പെണ്ണു വഴങ്ങി കൊടുക്കാതെ വന്നപ്പോ പാതിരാത്രി ആരും കാണാതെ വീടിന്റെ വാതില് പൊളിച്ചു. വീടിനകത്ത് കയറിയിട്ട് ആ മനുഷ്യൻ ആരോഗ്യവാനാണ്. ആ പാവപ്പെട്ട പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തി. എന്നിട്ട് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. താൻ മോഹിച്ച് ആഗ്രഹിച്ച് തന്റെ കയ്യിൽ കിട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ ആ പെണ്ണിനോട് ആ പെണ്ണിന്റെ ശരീരം വലിച്ചു കീറാൻ നോക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരേ ഒരായത്ത്. എടാ, ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തി ആ പെണ്ണിന്റെ കാലിന്റെ ഇടയിൽ പോയി ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്നിട്ടൊരു ഉമ്മ ഓതുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ, നന്നാകാ സമയമായില്ലേ? അവിടെ നിറങ്ങി പോകുകയാണ് ആ ചെറുപ്പക്കാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടിട്ട് അവിടെ നിന്നും നന്നായെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിസാരമല്ല ഉമ്മ, നിസാരമല്ല വാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിസാരമാക്കുന്നവരെ ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏറ്റവും വലിയ അക്രമിനിയാ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഇതെന്റെ ചെറുപ്പക്കാര് മറന്നു പോകരുത്, എന്റെ വാപ്പമാര് മറന്നു പോകരുത്, എന്റെ ഉമ്മമാർക്ക് പഠിക്കാറുള്ള രണ്ടാമത്തെ കാര്യമോ? പലരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, ഇവനെന്തേ ഇങ്ങനെയായി പോയത്, ഇവനെന്തേ ഇങ്ങനെയായി പോയത്? ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. എടാ ചെറുപ്പക്കാരാ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ, അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രേമിച്ചവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണിനെ ഉപദേശിക്കാൻ നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമോ ചെറുപ്പക്കാരാ? ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, വല്ലാത്ത സങ്കടമോ, വല്ലാത്ത സങ്കടമോ. ഇന്നലെ വരെ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത പെൺകുട്ടിയുണ്ടല്ലോ, അതാ സിന്ദൂരം ഇട്ടുകൊണ്ട് നടക്കുന്ന രംഗം കാണോ, അമ്പലങ്ങളിൽ പോയി പൂജ നടത്തുന്നത് കാണോ, തലമറച്ചവള് ഫർദ് ധരിച്ചവള് അത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ ശരീരം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് കാണോ. അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങളിൽ പലരും ചോദിക്കുന്നു, ഉസ്താദ് ഇവനെ
എത്ര ഉപദേശിച്ചിട്ടും ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ മോശമായ സ്വഭാവം മാറുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പറയും, ഉസ്താദ് എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ദുആ ചെയ്യാൻ പറയുന്നത് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനാ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, അല്ലാഹുവിനെ പേടിയില്ല, മോശമായ വീഡിയോകൾ കാണുകയാണ്, അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള സ്നേഹമാണ് പറയുന്ന ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന്, പിന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നന്മ ഇറങ്ങൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, സത്യം പിന്നെ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങില്ല. ഒരുപാട് അല്ലാഹുവിനെ കുറിച്ചും നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ട് അത് നിഷേധിച്ച മനുഷ്യൻ, അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കി കളഞ്ഞ മനുഷ്യൻ, പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എത്രയോ പേര് ഉപദേശിച്ചിട്ട് നന്നാകാത്തത്. എത്രയോ ആൾക്കാരെ ഉപദേശിച്ചിട്ടും അവിടെ നന്നാകാത്തതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെവികളിലും അവർ മൂടി വെക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളും അവരുടെ കാതുകളും അല്ലാഹു മൂടി വെക്കും, അടച്ചു കളയും. പിന്നെ എത്ര പറഞ്ഞാലും അങ്ങോട്ട് ഇറങ്ങൂല. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു അമുസ്ലിമായ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പിടിച്ചോണ്ട് വന്ന് വീട്ടിലിരുത്തി. പാപ്പായും ഉമ്മായി കരയും. മറ്റുണ്ടോ? പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് പറയും, മോളെ നിസ്കരിക്കണം, മരണമുണ്ട്, ഖബറുണ്ട്. ഓളിങ്ങനെ ഇരിക്കുക, വെടിയുണ്ടതുപോലെ, ഒന്നും കേറൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആ പെണ്ണു മാറുന്നില്ല. കാരണം എന്തേ? അവൾ അല്ലാഹുവിനെ മറന്നു കളഞ്ഞവളാ. പരിശുദ്ധമായ ഖുർആൻ പിന്നെ അവരുടെ ഹൃദയം അങ്ങ് അല്ലാഹു സീല് വെക്കും, ചെവി പിന്നെ ഒന്നും കേൾക്കൂല. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെ അകത്തേക്ക് കേറൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ ഈ അടുത്തിങ്ങനെ മൊബൈലിലൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ പരക്കുന്നത് കണ്ട് സങ്കടം തോന്നി. മംഗലാപുരത്താണെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും കൂടെ ഏതോ ഒരു മാളിൽ നിൽക്കുന്ന ഒരു വീഡിയോ. ഈ അടുത്ത് ആരോ ഇന്നലെ എങ്ങാണ്ടെന്ന് ആരോ കാണിച്ചു തന്നു. ഞാനിവിടെ വയതിന് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരെ ഈ വീഡിയോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര ഉസ്താദെ ഇതിനെക്കുറിച്ചൊന്ന് പറയണം, ഞാൻ മാളിലെ ജോലിക്കാരനാ, ഞാൻ മംഗലാപുരത്തുള്ള ഒരു മാളിലെ ജോലിക്കാരനാ, ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറയണോന്ന്. ഞാൻ അവനെന്തോ പറയാനാ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ പിടിച്ചവനെയാ. ഒന്ന് അരച്ചേക്ക്. എടാ പൊന്നാര ചങ്ങാതി, ഞാൻ ചിന്തിക്കണം, ഈ വീഡിയോ പിടിച്ചവൻ, ഈ വീഡിയോ ഷെയർ ചെയ്തവൻ, എടാ ആ തെറ്റ് ചെയ്ത പെണ്ണ് അള്ളാന്റെ അടുത്ത് പശ്ചാത്തപിച്ച് അള്ള പുറത്തു കൊടുക്കും. ഈ വീഡിയോ ഷെയർ ചെയ്തവൻ എന്ത് ചെയ്യും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ തെറ്റ് ചെയ്ത പെണ്ണ്, ഞാൻ കള്ളു പിടിച്ചെന്ന് വിചാരിക്കാം, ഞാൻ അള്ളാടെ മുന്നിൽ പോയിട്ട് പശ്ചാത്തപിച്ച് അള്ള എനിക്ക് പുറത്തു തരും. പക്ഷെ ഈ വീഡിയോ പിടിച്ച് ഇങ്ങനെ തിരുവനന്തപുരത്ത് കിടക്കണ എന്നെ വരെ കാണിച്ചില്ലേ? അപ്പൊ ഈ ഷെയർ ചെയ്ത് മിസ്രി സവാബ് വാങ്ങുന്നവൻ, നിങ്ങൾ ചിന്തിക്ക്, ഞാൻ നിങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ കുറ്റം പറഞ്ഞാൽ, ഇരിക്കണ നൗഷാദ് ഹാജിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ, ഞാൻ മക്കത്ത് പോയിട്ട് കഅബ കെട്ടിപ്പിടിച്ച് ദുആ ചെയ്തിട്ട് കാര്യമില്ല, നൗഷാദ് ഹാജിയുടെ കൈ തന്നെ പിടിക്കണം. നിങ്ങൾ പള്ളിയിലെ ഖത്തീബ് ഉസ്താദിനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ കഅബാലയത്തിൽ പോയി ഹജറുൽ അസ്വദ് ഇങ്ങനെ മാറി മുത്ത്, അള്ള പുറത്താന്ന്, അള്ള പുറത്തു തരൂല്ല. അള്ള പൊറുക്കണമെങ്കിൽ പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട് പറയണം, ഉസ്താദെ ഒരു സമയം കിട്ടിയപ്പോൾ ഇത്തിരി ഇറച്ചി ഞാൻ തിന്നിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്തത് തെറ്റോ ശരിയോ അതെല്ലാവർക്കും അറിയാം, ചെയ്തവർക്കും അറിയാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, എന്തിനാ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്? നീ ഒരാളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നു. അള്ളാഹു മറച്ചു വെച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പരസ്യമാക്കരുത്. ഓർത്തു വെച്ചോ, പെണ്ണുങ്ങൾ പ്രത്യേകം കേൾക്കണം. എൻ്റെ ഉമ്മമാര്, അള്ളാഹു മറച്ചു വെച്ച കാര്യം, ഉദാഹരണം പറഞ്ഞ ചില ചെറുപ്പക്കാരുണ്ട്, രാത്രി കള്ളു കുടിച്ചു, ആരും അറിഞ്ഞില്ല.
രാവിലെ വന്നിട്ട് പറയാ, അളിയെ ഇന്നലെ വൈകിട്ട് ഞാനൊരു 60 അടിച്ചു കേട്ടോ, പരസ്യമായിട്ട് പറയാ. ചെയ്യരുത്, ചെയ്യരുത്. എന്ത് വലിയ അള്ളാഹു മറച്ചു വെച്ച കാര്യം നീ പരസ്യപ്പെടുത്തരുത്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ പിടിച്ചൂടെ? ഞാനൊരു പെണ്ണുമായിട്ട് ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്ക് പറയട്ടെ, തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല, ക്ലിപ്പ് എവിടുന്നാന്ന് ഇറങ്ങുന്നെന്ന് അറിയാൻ പറ്റുന്നത് കൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് അള്ളാഹി ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഞാനത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? നിങ്ങൾ വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്തേ? അള്ള മറച്ചു വെച്ചതല്ലേ. അള്ള മറച്ചു വെച്ചത് ഞാൻ മറച്ചു വെക്കണം, പരസ്യപ്പെടുത്തരുത്. പരസ്യപ്പെടുത്തിയാൽ പിന്നെ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.